കാർഷിക വാർത്തകൾ. വീണ്ടും ജനപ്രിയമായി നീര. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് നീര ഉൽപാദനത്തിൽ വർധന. കേര കർഷകർക്ക് ആശ്വാസം. 2018 ശേഷം കേരളത്തിൽ വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വ്യതിയാനം, കോവിഡ് തുടങ്ങിയ കാരണം നീര ഉൽപാദനം കുറഞ്ഞിരുന്നു. ഈ അവസരം മുതലാക്കി കർണാടക, തമിഴ്നാട് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങൾ പ്രകൃതിദത്ത നീരപാനീയങ്ങൾ വിപണി പിടിച്ചു. സംരംഭകരിലും നാളികേര കർഷകരിലും ഇപ്പോൾ നീര ഉൽപ്പന്നങ്ങളോടുള്ള താൽപര്യം വർദ്ധിക്കുകയാണ്. നീരയുടെ ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് നാളികേര വികസന ബോർഡിന് പദ്ധതിയുണ്ട്. പാലക്കാട് കേന്ദ്രമായ കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് നീര ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് ഈ രംഗത്ത് വിജയകരമായി പ്രവർത്തിച്ചു വരികയാണ്. നാളികേര ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കർഷക ഉടമസ്ഥതയുള്ള മറ്റൊരു കമ്പനി തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് തേങ്ങ അടിസ്ഥാനമാക്കിയുള്ള എനർജി ഡ്രിങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 വർഷത്തിനുള്ളിൽ പ്രതിദിനം 1000 ലിറ്ററായി ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് കമ്പനിയുടെ പദ്ധതി. സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റുകളിലൊന്നായ എറണാകുളം വൈറ്റില മൊബിലിറ്റി ഹബിലെ PCPCLന്റെ നീര ഷോ 10 വർഷത്തിലേറെയായി വിജയകരമായി പ്രവർത്തനം തുടരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് സ്വാഭാവിക റബ്ബറിന്റെ വരവ് കുറഞ്ഞതോടെ ടയർ കമ്പനികൾ പ്രതിസന്ധിയിൽ. കമ്പനി പ്രവർത്തനത്തെ ബാധിക്കുമെന്നും സർക്കാർ അടിയന്തര നടപടി എടുക്കണമെന്നും ടയർ കമ്പനികൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് സ്വാഭാവിക റബ്ബർ ഏറ്റവും കൂടുതൽ വിപണിയിലെത്തിക്കുന്നത് കേരളമാണ്. കേരളത്തിൽ ഓരോ വർഷം ചെല്ലുന്തോറും ടാപ്പിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴ മൂലം ടാപ്പിംഗ് തടസ്സപ്പെട്ടതോടെ റബ്ബറിന്റെ വരവ് തീർത്തും കുറഞ്ഞിരുന്നു. മാർക്കറ്റിലേക്കുള്ള റബ്ബർ വരവ് കുറഞ്ഞതോടെ വിലയും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. റബ്ബർ ബോർഡിന്റെ നിരക്ക് കിലോഗ്രാമിന് 212 രൂപ വരെയാണ്. ടയർ കമ്പനികൾ ഇതിലും ഉയർന്ന വില നൽകി ചരക്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാജ്യാന്തര വില നിലവിൽ ആഭ്യന്തര വിലയേക്കാൾ കുറവാണ്. കഴിഞ്ഞയാഴ്ച 187 രൂപ വരെ താഴ്ന്ന രാജ്യാന്തര വില 200 കടന്നിട്ടുണ്ട്. തായ്ലൻഡിലും മറ്റു ഉൽപാദക രാജ്യങ്ങളിലും റബ്ബർ ലഭ്യതയിൽ വലിയ കുറവുണ്ട്. അടുത്ത സീസണിലും ഉൽപാദനം കുറവായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ചൈനയിൽ നിന്നടക്കം ആവശ്യകത കൂടിയതും റബ്ബർ വിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വില ഇനിയും കൂടിയേക്കുമെന്ന സൂചനയാണുള്ളതെന്ന് കർഷക സംഘടനകളും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്യാൻ അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധന ഒഴിവാക്കി. അതേസമയം രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി വെള്ളിയാഴ്ച അവസാനിക്കും. നിലവിൽ സംസ്ഥാനത്ത് 64,078 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ 93,000 പേർ രജിസ്റ്റർ ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാർ കർഷക രജിസ്ട്രി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. മുന്നറിയിപ്പില്ലാതെയാണ് കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസിനായി അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയത്. ഈ മാസം 5 തുടങ്ങിയ രജിസ്ട്രേഷനിൽ 15 വരെയാണ് ആദ്യം സമയം അനുവദിച്ചിരുന്നത്. ഇത് അപര്യാപ്തമാണെന്ന് വിവിധ സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് 25 വരെ നീട്ടിയത്. തുടർന്നും നിരന്തരമായ ആവശ്യത്തിനൊടുവിലാണ് തൽക്കാലം അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ നിബന്ധനയിൽ കേന്ദ്ര സർക്കാർ ഇളവ് നൽകിയത്. ഭാവിയിൽ PM കിസാൻ, കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് തുടങ്ങി വിവിധ പദ്ധതികളിൽ ആനുകൂല്യം ലഭിക്കാൻ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ നിർബന്ധമായും വേണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ, CSC കേന്ദ്രങ്ങൾ വഴി പദ്ധതിയിൽ ചേരാം. നെല്ല്, വാഴ, കമുക്, കശുമാവ്, കുരുമുളക്, പച്ചക്കറികൾ തുടങ്ങിയ വിളകൾ ഇൻഷുർ ചെയ്യാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുരുമുളകിൽ പ്രതീക്ഷ കൂടുന്നു. ദീപാവലി വ്യാപാരം ലക്ഷ്യമാക്കി കർഷകരും വ്യാപാരികളും. അതേസമയം റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. കുരുമുളകിന് ആകർഷകമായ വില ഉറപ്പുവരുത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് കാർഷിക കേരളം. ദീപാവലി വരെയുള്ള കാലയളവിൽ ഉത്തരേന്ത്യയിൽ നിന്നും വൻ ഓർഡറുകളെത്തുമെന്ന വിശ്വാസത്തിൽ കുറഞ്ഞ വിലയ്ക്ക് ചരക്കിറക്കാൻ താൽപ്പര്യം കാണിക്കുന്നില്ല. നടപ്പ് സീസണിൽ സംസ്ഥാനത്ത് മുളക് ഉൽപ്പാദനം ചുരുങ്ങിയതിനാൽ കാർഷിക മേഖലയിലും നീക്കിയിരിപ്പ് കുറഞ്ഞു. വിലയിടിച്ച് ചരക്ക് സംഭരണം ശ്രമകരമെന്ന നിലപാടിലാണ് അന്തർ സംസ്ഥാന വാങ്ങലുകാരും. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് 66,500 രൂപ. നാളികേരോൽപ്പന്ന വിലയിൽ മാറ്റമില്ല. ഓണവിൽപ്പന മുന്നിൽ കണ്ട് മില്ലുകാർ എണ്ണയെ ഉയർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. കൊച്ചിയിൽ കൊപ്ര 25,400 രൂപയിലും വെളിച്ചെണ്ണ 38,500 രൂപയിലുമാണ്. അതേസമയം കാങ്കയത്ത് നാളികേരോൽപ്പന്നങ്ങളുടെ വിലയിൽ കുറവ് അനുഭവപ്പെട്ടു. ആഭ്യന്തര വിദേശ വിപണികളിൽ റബ്ബർ വിലയിൽ കാര്യമായ മാറ്റമില്ല. ബാങ്കോക്കിൽ റബ്ബർ കിലോ 197 രൂപയിൽ വിപണനം നടന്നു. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 213, RSS 5 209, ലാറ്റക്സ് 147, ജാതിക്ക 270, ജാതിപത്രി 1600 മുതൽ 1850 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 200, കാപ്പിക്കുരു
190. കൊക്കോ പരിപ്പ് 350. കുരുമുളക് ഗാർബിഡ് 68,500. കുരുമുളക് അൺഗാർബിഡ് 66,500. ഏലക്ക 2,450 മുതൽ 2,550 വരെ. വെളിച്ചെണ്ണ 38,500. കൊപ്ര 25,800. ചുക്ക് 22,500.